ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാള് രാവിലെ എത്ര മണിക്ക് 5:55 എണീറ്റ് ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോകണമെന്നല്ല നേരത്തെ നേരം പുലരും മുമ്പേ കോഴിക്ക് മുമ്പേ ഒരാള് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അല്ല സ്കൂളിൽ പോകുന്ന സമയമായത്. അപ്പൊ വെളിച്ചം വന്നിട്ട് ബാക്കി കാര്യം പറയാം. സൂര്യനൊക്കെ സൂര്യഭവനത്തിൽ നിന്നും ഉറക്കെണീറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതിനു മുമ്പേ എപ്പോഴും പറയാറുള്ളത് പോലെ കോഴി കൂവുന്നതിന് മുമ്പ് യാത്ര തിരിച്ചു. ഈ യാത്ര ഒരു സർപ്രൈസ് യാത്രയാണ്. ഞങ്ങളിത് ആകാശത്ത് മോളെത്തി. പകലായതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലൗഡ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ ആരിഫില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സുഖിട്ടായിട്ടില്ല. ടേക്ക് ഓഫിന്റെ സമയത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു. സാധാരണ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് പോലും എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ ഭയങ്കര ഒരു ആൻസൈറ്റി ഒക്കെ, എന്തോ ഒരു പേടിയൊക്കെ. എന്താണ് കളിപ്പാട്ട് എടുത്ത് വെച്ചിട്ട് കളിക്കുന്നില്ലേ? ഫ്ലൈറ്റിൽ കയറി ഒരുപാട് കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ ബാഗ് നിറയെ കളിപ്പാട്ടോ. എന്റെ കുറെ സാധനങ്ങളാണ് ഈ ബാഗ് നിറയെ. ആകെ ഒരു 10 ദിവസത്തേക്ക് പോകുന്നുണ്ട്. അതിന് കുറെ കളിപ്പാട്ടൊക്കെ എടുത്തിട്ടാണ് ആശാന് വരുന്നത്. ഞങ്ങളിവിടെ സീറ്റ് കാലിയാട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ബോറിംഗ് ഫ്ലൈറ്റ് യാത്രക്കൊടുവിൽ നമ്മൾ കേരളത്തിൻ്റെ പച്ചപ്പ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ പുഴയായിരിക്കും, കുപ്പം പുഴയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുഴയായിരിക്കും. എന്തായാലും ഒരു മഞ്ഞുമൂടി അന്തരീക്ഷമൊക്കെ ആയിരുന്നു. ഞങ്ങളിങ്ങനെ പതിയെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഞാൻ കണ്ണൂരുകാരിയായിരുന്നിട്ട് പോലും എപ്പോഴും ഞങ്ങൾ കോഴിക്കോട് ആരിഫിൻ്റെ വീട്ടിലേക്കാണ് എന്നിട്ട് നേരെ പോവാറ്. ഞാൻ ആദ്യമായിട്ടാണ്, ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ആദ്യമായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി പതിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ സമയം ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവിടെ ചുമരിൽ കളരിപ്പയറ്റിൻ്റെ ഒക്കെ ചിത്രം ചുറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടത്. ഇതാണ് എന്റെ ഡ്രൈവർ ഹബീബ് റഹ്മാൻ. നിങ്ങൾ വേറൊരു വീഡിയോയിൽ കാണേണ്ടതാണ്. ആ വീഡിയോ പോസ്റ്റ് ചെയ്യോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു വീഡിയോയിൽ ഹബീബ് റഹ്മാനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എഡിറ്റ് ചെയ്ത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനാണ്, ഫലലാപ്പാൻ്റെ മോനാണ്. ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഇവന്, അതേപോലെ ഇവന്റെ ഉപ്പ, ഇത്ര ആൾക്കാർ മാത്രമായിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് അറിയുള്ളൂ. വേറെ ഒറ്റ മനുഷ്യക്കുട്ടിയും അറിയില്ല. പിന്നെ അതിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ അറിയാം. ഇനിയിപ്പോൾ എൻ്റെ ടെൻഷൻ അവിടെ ആരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ ഉപ്പാപ്പനെ വിളിച്ചിട്ട് റഫീനെ എത്തിയത് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അടിപൊളി എയർപോർട്ടാണ്. പിന്നെ തിറകളുടെയും തറികളുടെയും നാടായ കണ്ണൂരിൽ ഫുള്ളും അതാണ്, തെയ്യും കളരിപ്പാറ്റും അങ്ങനത്തെ ഒരു സമാധാനമായ ഒരു എയർപോർട്ട്. റാസൽ ഖൈമ എയർപോർട്ട് പോലെ തന്നെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത എയർപോർട്ട്. നമ്മൾ MRI ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ആരും പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോയിക്കോ, സർപ്രൈസിന് ഫുഡൊന്നും കിട്ടില്ല അത് വീട്ടിൽ. അപ്പം ഇതിലേക്കുള്ള വഴിയേറിയുന്നില്ല ഗൈസ്. നമുക്ക് ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി തെറ്റിക്കുന്ന ആദ്യത്തെ ചിലപ്പോൾ വീടിന്റെ സ്ഥലത്തിന്റെ ഒരു റോഡ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ തന്നെ ഇറങ്ങി. പിന്നെ ഉണ്ട് എന്തൊക്കെയോ ബിൽഡിംഗ് കാണുന്നത്. അത് തിരിച്ചു പോകണം അടുത്ത റോഡിലേക്കൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പരീക്ഷണം ലെഫ്റ്റ് ആയിരിക്കും. മയിലിനെ കണ്ടു മക്കളെ, മയിലിനെ കണ്ടു. എവിടെ മയിലിന്റെ ക്യാമറയിൽ പതിയുന്നില്ല. ഞാൻ ഫോണിലല്ല, ഞാൻ അതിലേ നോക്കുന്നു. മനസ്സിലായിട്ടില്ല. ആരോ വന്നിട്ട് ഞാൻ 9 മണിക്ക് നോക്കിയതാണ്, ഇവളെ കാണുന്നില്ല ഓൺലൈനിൽ. എന്താ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിരന്നിരുന്നിട്ടുണ്ട്. പേര് പറയൂ. അടുത്താൾ പറയൂ. സാറ. പേര് പറയൂ. ഐഷുമാന. അടുത്ത പോക്കിരി പേര് പറയൂ. ഷഹസാദ്. ഇവനാണ് ലീഡർ അല്ലേ?
നിന്റെ പേരെന്താ? അല്ലൂസ്. കുട്ടിപ്പട്ടാളങ്ങൾ എവിടെ പോയാലും കുട്ടിപ്പട്ടാളം കിട്ടും. സദ്യ കഴിക്കാനിരുന്നത് അത്ര. ഇവിടെ നെൽക്കുന്ന സദ്യ കഴിക്കുന്നത്. ഡാൻസ് കളിക്കാൻ പോവാണ്. അസർമുല്ലയുടെ ഡാൻസുകളുമായി റഗ്ദ ആൻഡ് ടീം. കളിച്ചോ? ഞാൻ പാട്ടിട്ടോളാം. എടാ വാടാ, ഡാൻസ് കളിക്കേ. ഐശ്വര്യ അറിയില്ലേ? ഡാൻസ് കളിക്കാൻ അറിയില്ലേ? കളിക്ക്. മമ്മൂട്ടി മമ്മൂട്ടി സുഗനല്ല അമ്പർമണമുള്ള അമർത്തരുണിയായി പൂനരാജുഴ അയകിലും തന്നപ്പോൾ പൂനരാജുഴ തമർവ കദറിന് ബീബി ആജറ സഫ മർവ കദറിൻ ബീബി ആജറ. കറണ്ട് പോയിട്ട് അത് ഇരുട്ടത്ത് ഇരുന്നിട്ട് കളിക്കുന്നു. കറണ്ട് പോയി.